സാൽട്ടിസിഡേ ഫാമിലി, അതായത് ജമ്പിങ് സ്പൈഡേഴ്സിൻ്റെ ഫാമിലിയിൽ പെടുന്ന ഒരു സ്പീഷീസാണ്. അപ്പോൾ ഇത് വൺ ഓഫ് ദി ലാർജസ്റ്റ് ഫാമിലി ആട്ടോ. 6000-ഓളം സ്പീഷീസ് ഉണ്ട് ഈ ഫാമിലിയിൽ. അപ്പോൾ അതിൽ ഈ ഒരെണ്ണത്തിനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പാടുള്ള കാര്യമാണ്. ചിലപ്പോൾ തെറ്റിപ്പോകാനുള്ള സാധ്യതകളും ഉണ്ട്. അപ്പോൾ ഇതുമായിട്ട് സിമിലാരിറ്റി ഉള്ള ഒരു രണ്ടെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാരോട്ടസ് വിഡൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പീഷീസും പിന്നെ പ്ലെക്സിപ്പസ് പേക്കുള്ളി എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു സ്പീഷീസും. അതിൽ തന്നെ ഇതുമായിട്ട് നല്ല സാമ്യം തോന്നിയേക്കുന്നത് കാരോട്ടസ് വിഡൂസ് ആണ്. നമ്മുടെ ഈ വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ ഒക്കെ പരിസരത്ത് ഒരുപാട് പുതിയ സ്പീഷീസിനെ ഈ ഇടയ്ക്കായിട്ട് കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ ഇത് കാരോട്ടസ് വിഡൂസുമായിട്ട് ഐഡന്റിക്കൽ ആണെങ്കിൽ പോലും ചിലപ്പോൾ ഇതൊരു വേറെ സ്പീഷീസ് ആയേക്കും. പക്ഷേ തൽക്കാലത്തേക്ക് ഇത് കാരോട്ടസ് വിഡൂസ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. അപ്പോൾ ഇത്തവണ നമ്മൾ സയന്റിഫിക് ക്ലാസിഫിക്കേഷൻ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു കോമൺ നെയിംസ് ഒക്കെ ഒന്ന് നോക്കാം. അപ്പോൾ കോമൺ നെയിംസ് എന്ന് പറയുന്നത് വെൽവെറ്റ് സ്ട്രൈപ്ഡ് ജമ്പർ, മറൂൺ ഫേസ്ഡ് ഗാർഡൻ സ്പൈഡർ എന്നൊക്കെയാണ്. ഇതിൻ്റെ ഒരു നേറ്റീവ് എന്ന് പറയുന്നത് ഇന്ത്യ, ശ്രീലങ്ക, ചൈന, മ്യാൻമാർ, വിയറ്റ്നാം, ജപ്പാൻ എന്നീ രാജ്യങ്ങളാണ്. പിന്നെ ഇത് പ്രിഫർ ചെയ്യുന്നതാണെങ്കിൽ ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ഉള്ള വുഡ്ലാൻഡ്സും ഗാർഡൻസും ഒക്കെ. ഈ വീഡിയോ ഇപ്പോൾ എടുത്തേക്കുന്നത് കേരളത്തിലെ നമ്മുടെ സ്വന്തം ഗാർഡനിലുള്ള ഒരു ഓർണമെന്റൽ പ്ലാന്റിൽ നിന്നാണ്. ഇതിൻ്റെ ഒരു ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസിൽ മെയിനായിട്ട് പറയാനുള്ള ഇതൊരു പ്രെഡേറ്റർ സ്പീഷീസ് ആണ്. അപാര കാഴ്ചശക്തിയും നല്ല അക്യുറസിയും ആണ് ഇതിനുള്ളത്. ജമ്പിങ് സ്പൈഡേഴ്സ് എന്ന് വിളിക്കുന്ന പോലെ തന്നെ ഇത് ഇരയുടെ മേളിലേക്ക് ചാടി വീണ് വെനം ഇഞ്ചെക്ട് ചെയ്താണ് കൊല്ലുന്നത്. അന്യായ കാഴ്ചശക്തിയും അക്യുറസിയും സ്പീഡും ഉള്ളതുകൊണ്ട് ഇതിനേക്കാളും വലിയ ജീവികളെ പോലും ഇത് ഹണ്ട് ചെയ്യാറുണ്ട്. അതായത് വണ്ടുകൾ, ഈച്ചകൾ, മോത്സ് ഇവയൊക്കെ ഇത് ഹണ്ട് ചെയ്യും. അങ്ങനെ ഇൻസെക്ട് പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. പിന്നെ ഇതൊരു ഹെൽത്തി ഇക്കോസിസ്റ്റത്തിന്റെ ഒരു ഇൻഡിക്കേറ്റർ സ്പീഷീസ് ആണ്. കാരണം ഒരുപാട് പ്രാണികളൊന്നും ഇല്ലാത്തടത്ത് ഇത് ഉണ്ടാവില്ല. അതായത് ഒരുപാട് പെസ്റ്റിസൈഡ്സിന്റെ യൂസേജ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ പ്രാണികൾ പൊതുവേ കുറവായിരിക്കും, ഇൻസെക്ട്സ് പൊതുവേ കുറവായിരിക്കും. അങ്ങനെയുള്ള ഏരിയാസിലൊന്നും തന്നെ ഇത് ഉണ്ടാവത്തില്ല. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ പറഞ്ഞത് വെച്ചിട്ട് തന്നെ മനസ്സിലാവും ഇത് വരയുണ്ടാക്കി ഇരയെ പിടിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സ്പൈഡേഴ്സ് അല്ല. ഇനി ഇതിൻ്റെ ഒരു കൺസർവേഷൻ സ്റ്റാറ്റസ് പറയുകയാണെങ്കിൽ IUCN ലിസ്റ്റിലുള്ള ഒരു ജീവി അല്ല ഇത്. ഇനി ഇതിൻ്റെ ഒരു ലൈഫ് സൈക്കിളും ബിഹേവിയറും പറയുകയാണെങ്കിൽ ഇത് ഡാൻസ് ഒക്കെ കളിച്ചിട്ടാണ് ഇണയൊക്കെ അട്രാക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ അത് മെയിൽസ് ആണ് ഡാൻസേഴ്സ്. പിന്നെ പറയാനുള്ളത് 3 സ്റ്റേജസ് ആയിട്ടാണ് ഇതിൻ്റെ ടോട്ടൽ ലൈഫ് സൈക്കിൾ വരുന്നത്. ആദ്യം എഗ് ലേയിങ് സ്റ്റേജ് ആണ്, പിന്നെ ജുവനൈൽ സ്റ്റേജ് ആണ്, പിന്നെ അഡൽട്ട് സ്റ്റേജ് ആണ്. അപ്പോൾ നമ്മൾ സാധാരണ വീട്ടിലൊക്കെ കാണുന്ന സാധാരണ വലിയ എട്ടുകാലികൾ പോലെ ഇതിൻ്റെ ഫീമെയിൽസ് ഒരു സിൽക്ക് പോലെയുള്ള ചാക്കിന് മുട്ടകളൊക്കെ ഇട്ട് അതും ചുമന്നുകൊണ്ട് നടക്കുകയാണ് അത് വിരിയുന്നത്. ഇതിൻ്റെ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് മാക്സിമം 1 വർഷം വരെയാണ്. ഇത് ബേസിക്കലി നല്ലൊരു ഹണ്ടർ ആണെങ്കിലും ഇതിനെ ഹണ്ട് ചെയ്യുന്ന വേറെ കുറച്ച് ജീവികളുണ്ട്. അതായത് കിളികൾ, ഇഴജന്തുക്കൾ, ഇതിലും വലിയ എട്ടുകാലികൾ. ഇതിനെ പിടിക്കുന്ന പ്രഡേറ്റേഴ്സിൽ നിന്ന് എങ്ങനെ ഇത് രക്ഷപ്പെടും എന്ന് ഇനിയൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞിരുന്നത് ഇതിൻ്റെ ഒരു സ്പീഡ് ആൻഡ് അജിലിറ്റിനെ കുറിച്ചാണ്. ഇതിൻ്റെ പെട്ടെന്നുള്ള ആ ഒരു മൂവ്മെൻറ്റ്സും ആ ചാട്ടവും ഒക്കെയാണ്. അതേ മൂവ്മെൻറ്റ്സ് തന്നെയാണ്, അതേ അജൈൽ മൂവ്മെൻറ്റ്സ് തന്നെയാണ് ഇതിൻ്റെ ഒരു എസ്കേപ്പ് മെക്കാനിസം. പെട്ടെന്ന് അവിടെ നിന്ന് ചാടി ഓടി ഏതെങ്കിലും വിടവിലോ ഇലക്കടിയിലോ ഒക്കെ ചെന്ന് ഒളിക്കും. ചെറുതാണ്, പിന്നെ ഒരു ചുള്ളിക്കമ്പിൻ്റെ കളറും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് ഇതിനെ കണ്ടുപിടിക്കാനും പറ്റത്തില്ല. അതായത് ഇത് ക്യാമഫ്ലേജിങ് ആണ്. ഇത് വലയുണ്ടാക്കുന്ന സ്പൈഡർ അല്ല, അത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ ഇതിന് നൂലില്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. പ്രഡേറ്റേഴ്സിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അങ്ങനെ ഒരു വിദ്യ മൂപ്പരെടുക്കും. അതായത് നമ്മുടെ സ്പൈഡർമാൻ ഒക്കെ ചെയ്യണ മാതിരി പെട്ടെന്ന് ഇലയിൽ ഒരു നൂലൊട്ടിച്ച് ഒരൊറ്റ ചാട്ടാണ് ഇലയിൽ നിന്ന്. എന്നിട്ട് ആ നൂലിൻ്റെ അറ്റത്ത് ഇങ്ങനെ മിഡ് എയറിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. പെട്ടെന്ന് ഒരു ജീവിയും ഇതിനെ കണ്ടുപിടിക്കില്ല. അപ്പോൾ ഈ വീഡിയോൻ്റെ അകത്ത് മൂപ്പര് ഒരു ഹണ്ടിങ് സ്റ്റൈൽ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ജീവനുള്ള ഉറുമ്പാന്ന് വിചാരിച്ച് മൂപ്പര് ഹണ്ട് ചെയ്തേക്കുന്നത് ചത്ത ഉറുമ്പിനെയാണ്. ഇനി ഇതിൻ്റെ ഒരു കൾച്ചറൽ സിഗ്നിഫിക്കൻസിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു സൈസൊക്കെ വെച്ചിട്ട് പിന്നെ ഇതിനെ കാണാൻ കിട്ടാറില്ലാത്തത് കൊണ്ടും അധികം സിഗ്നിഫിക്കൻസ് ഒന്നും ഇല്ല. എന്നാലും ബ്യൂട്ടിഫുൾ ടാറ്റു ഒക്കെ ഒട്ടിച്ച് നല്ല അടിപൊളിയായിട്ട് നടക്കുന്നത് കൊണ്ടും നന്നായിട്ട് ഡാൻസ് കളിക്കുന്നത് കൊണ്ടും പൊതുവേ ജമ്പിങ് സ്പൈഡേഴ്സിനെ അഡ്മയർ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഈ കാണുന്ന സുന്ദരൻ അല്ല സുന്ദരി ഈ വിഡു സ്പീഷീസിന്റെ ഫീമെയിൽസ് ആണ്. ഇതിന്റെ ഫീമെയിൽസിന്റെ ഒരു ബേസ് കളറിങ് യെല്ലോയിഷ് ഓറഞ്ച് കളറും പിന്നെ ഇതിന്റെ മെയിൽസിന്റെ ഒരു ബേസ് കളറിങ് ബ്ലാക്കും ആണ്. അങ്ങനെ നോക്കിയാൽ ഈ വീഡിയോയുടെ ആദ്യം കാണുന്നത് ഇതിന്റെ മെയിൽസ് ആയിരിക്കണം. പക്ഷെ അതിലുള്ള ഒരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം കാണിച്ചതിൻ്റെ അബ്ഡോമിനിലുള്ള ഒരു ഡിസൈൻസ് ആണ്. ഈ ഫീമെയിൽസിൻ്റെ അകത്ത് കാണിക്കുന്ന ഏകദേശം അതേ ഡിസൈൻ തന്നെയാണ് ആ മെയിൽസിൻ്റെ അകത്തും ഉള്ളത്. പക്ഷേ യൂഷ്വലി വിഡു സ്പീഷീസിൻ്റെ മെയിൽസിൻ്റെ ആ ഒരു അബ്ഡോമൻ ഡിസൈൻ എന്ന് പറഞ്ഞാൽ അബ്ഡോമിൻ്റെ 2 സൈഡിലും പാരലായിട്ട് പോകുന്ന വൈറ്റ് ലൈൻസ് ആണ്. ഇതിൻ്റെ യൂഷ്വലി ഉള്ള ഡിസൈൻ കളറിലും പിന്നെ ഡിസൈൻസിലും തന്നെ വേരിയേഷൻ വരാമെന്ന് പലയിടത്തും റെഫറൻസസ് ഉണ്ട്. എന്നിരുന്നാലും ജനറലി കാണപ്പെടുന്നത് അങ്ങനെയാണ്. അപ്പോൾ ബ്ലാക്ക് ബേസ് കളറിൽ വൈറ്റ് ഡിസൈനോ അല്ലെങ്കിൽ യെല്ലോയിഷ് ഡിസൈനോ ഉള്ള മെയിലിനേക്കാളും കുറച്ചും കൂടെ ക്യൂട്ടായിട്ടുണ്ട് ഓറഞ്ച് ബേസ് കളറിൽ ബ്ലാക്ക് ഡിസൈൻസ് ഉള്ള ഫീമെയിൽസ്. പിന്നെ ഇതിൻ്റെ മാനറിസംസും ആ മുമ്പിലുള്ള മീശയും ഒക്കെ തന്നെ ഒരു പ്രത്യേക രസമുണ്ട് അതിനെ കാണാനായിട്ട്. പക്ഷെ തുടക്കത്തിലുള്ള ആ വീഡിയോയിൽ മെയിൽസിൻ്റെ ആ ഒരു മീശയൊന്നും അത്രയും വ്യൂവബിൾ അല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.